പ്രതിപക്ഷ നേതാവായപ്പോൾ പറഞ്ഞത് ഒന്ന്, പ്രതിപക്ഷ നേതാവ് അല്ലാതെ ആ സ്ഥാനം മാറി മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞത് മറ്റൊന്ന്. പ്രതിപക്ഷ നേതാവായപ്പോൾ കെ ഫോൺ പദ്ധതി പൂർണ്ണ പരാജയമാണെന്നാണ് സതീശൻ പറഞ്ഞത്. എന്നാൽ കെ ഫോൺ പദ്ധതി പൂർണ്ണ പരാജയമല്ലെന്ന് അവർ തന്നെ തെളിയിച്ചു. ആയിരക്കണക്കിന് വീടുകളിൽ ഫോണുകളും ഇൻ്റർനെറ്റ് കണക്ഷനും നൽകിയെന്ന് കെ ഫോൺ കമ്പനി പുറത്തുവിട്ടു. പരവൂരിലെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സതീശൻ നടത്തിയ വിദേശ യാത്രകൾ വിവാദമായി മാറി. അതിനൊക്കെ ഉപരിയായാണ് PM ശ്രീ പദ്ധതിയെപ്പറ്റി സതീശൻ പറഞ്ഞ പച്ചക്കള്ളം. PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ സിലബസിനെയും സ്കൂളുകളെയും കാവ്യവൽക്കരിക്കുന്ന BJP തന്ത്രം. മുൻ LDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ വാളെടുത്തത് സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ സർക്കാർ കത്ത് നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കത്ത് സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. ആ കത്തിൻ്റെ ഒറിജിനൽ കോപ്പി റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടതോടെ സതീശൻ ആപ്പിലായി. PM ശ്രീ ഫണ്ട് സർക്കാർ വാങ്ങി എന്നാണ് സതീശൻ കള്ളം പറഞ്ഞത്. സമഗ്ര ശിക്ഷ കേരളം എന്ന പദ്ധതി പ്രകാരം റീഇംബേഴ്സ്മെൻറ്റിൽ ലഭിച്ച 23 കോടി രൂപയാണ് PM ശ്രീ പദ്ധതിയായി മുൻ സർക്കാർ വാങ്ങിയതെന്ന് സതീശൻ ഉദ്ദേശിക്കുന്നത്. ആ കള്ളവും പൊളിഞ്ഞു. അത് സമഗ്ര ശിക്ഷ കേരളം എന്ന പദ്ധതി പ്രകാരം റീഇംബേഴ്സ്മെൻറ്റിൽ ലഭിച്ച 23 കോടി രൂപയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കുന്ന വാർത്ത വന്നപ്പോൾ അത് കള്ളമാണെന്ന് സതീശൻ പറഞ്ഞു. അത് സത്യമാണെന്ന് തെളിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിലേറാൻ പലവിധത്തിലുള്ള കള്ളവും പറയാറുണ്ട്. പക്ഷേ ഇതുപോലെ കള്ളങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയെ ആ കള്ളങ്ങൾ തന്നെ ആപ്പിലാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഭരണത്തിലേറുമ്പോൾ ഭരണഘടന തത്വപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പേര് തന്നെ ഉപയോഗിക്കണം. എന്നാൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പേരല്ല സതീശൻ ഉപയോഗിച്ചത്. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ BD സതീശൻ എന്ന പേരിന് പകരം ഉപയോഗിച്ചു. ഇത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പേര് തന്നെ ഉപയോഗിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പല സംസ്ഥാനങ്ങളിലും മന്ത്രിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പേര് മാറ്റി അവർക്കിഷ്ടമുള്ള പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ ഗവർണർ അത് തിരുത്തിയിട്ടും ഉണ്ട്. ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി നിയമസഭയിൽ എത്തിയാൽ 500 രൂപ വീതം പിഴ അടയ്ക്കാൻ ആ വ്യക്തി ബാധ്യസ്ഥനാണ്. ആ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് വരെ റദ്ദാക്കാവുന്ന കുറ്റമാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. ഇനി നിയമസഭയിൽ പത്രപ്രവർത്തകരോട് എന്തും പറയാം. പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കള്ളം പറയാം. പക്ഷേ നിയമസഭയിൽ ഈ കള്ളം പറയാൻ പറ്റില്ല. നിയമസഭയിൽ PM ശ്രീ പദ്ധതിയെപ്പറ്റി കള്ളം പറഞ്ഞാൽ, സർക്കാർ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ആ കത്തിൻ്റെ കോപ്പി ഹാജരാക്കും. PM ശ്രീ പദ്ധതി പ്രകാരം പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ സമഗ്ര ശിക്ഷ കേരളം എന്ന പദ്ധതി പ്രകാരമുള്ള റീഇംബേഴ്സ്മെൻ്റാണ് വാങ്ങിയത് എന്ന രേഖ പ്രതിപക്ഷം ഹാജരാക്കും. ചുരുക്കത്തിൽ നിയമസഭയിൽ
കൃത്യമായ കാര്യങ്ങൾ വേണം പറയേണ്ടത്. അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ പറയാതെ പത്രപ്രവർത്തകരോട് പറയുന്ന കള്ളം നിയമസഭയിൽ പറഞ്ഞാൽ അത് അവകാശ ലംഘന നോട്ടീസിന് വഴിയൊരുക്കും. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമായി അത് മാറും. സതീശനെതിരെ പൊതു താൽപ്പര്യ ഹർജി നൽകിക്കഴിഞ്ഞാൽ സതീശൻ കൂടുതൽ കുടുങ്ങും. സതീശന്റെ മന്ത്രിസഭ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലേക്ക് പോകും. സതീശൻ രാജിവെക്കേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് പോകും. എന്തായാലും സതീശൻ പുറത്തു പറയുന്ന കള്ളങ്ങൾ നിയമസഭയ്ക്കകത്ത് പറയാൻ പറ്റില്ല. പ്രതിപക്ഷം അത് ആയുധമാക്കി മാറ്റും. എന്തായാലും ഇപ്പോൾ ഇവിടെ വിവരാവകാശ നിയമമുണ്ട്, പലതരത്തിലുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് സതീശൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിനെ പറ്റി, ആ സർക്കാരിനെ തേജോവധം ചെയ്യാൻ വേണ്ടി കള്ളം പറയുക, കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ ആ കള്ളമെല്ലാം പൊളിച്ചുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രതിനിധികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും സതീശൻ നിയമസഭയിൽ ഈ കള്ളം ആവർത്തിച്ചാൽ അത് പ്രതിപക്ഷം പൊളിച്ചെടുക്കും. അത് പൊതു താൽപ്പര്യ ഹർജിയിലേക്ക് പോവുകയും ചെയ്യും. ചുരുക്കത്തിൽ PM ശ്രീ പദ്ധതിയിൽ സതീശൻ കുടുങ്ങിയിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞ കള്ളത്തരങ്ങൾ കൊണ്ട് നിയമസഭയിൽ നിൽക്കാൻ പറ്റില്ല. മന്ത്രിസഭ തന്നെ താഴെ വീഴുന്ന ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് സതീശൻ UDF മന്ത്രിസഭയെ നയിക്കുന്നത്. മറ്റൊന്ന്, PM ശ്രീ പദ്ധതിയുടെ പേരിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും ഒക്കെ സതീശനോട് ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. സതീശനോട് ഇടഞ്ഞു നിൽക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി, സമസ്ത തുടങ്ങിയ സംഘടനകൾ. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമാണ് ദയനീയം. സതീശന് വേണ്ടി അവരുടെ ചാനലായ മീഡിയ ഒന്നിൽ നിരന്തരം വാർത്തകൾ പടച്ചുവിട്ടു. മീഡിയ ഒന്നിൻ്റെ ശീതീകരിച്ച റൂമിലിരുന്ന് പിണറായി വിരുദ്ധത തുളുമ്പി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി തെരുവിൽ ഇറങ്ങി. എന്തായാലും അതെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് വിനയായി മാറി. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം സതീശൻ ഉറപ്പിച്ചപ്പോൾ സതീശൻ ഒരു കള്ളനാണയമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി തിരിച്ചറിഞ്ഞു. ഇനി അനുയായികളോട് അവർ എന്തു പറയും? ആ സംഘടനയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളിലേക്കാണ് സതീശൻ പോകുന്നത്. PM ശ്രീ പദ്ധതിയിൽ സതീശൻ കുടുങ്ങിയിരിക്കുകയാണ്. മന്ത്രിസഭ തന്നെ താഴെ വീഴുന്ന ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.